തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എന്റെ അറിവ്. മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും മമ്മിയും ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാനൊരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ. കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാഡി അറിയാതെ ബാമ എന്നെ പഠിപ്പിച്ചതാ. തലച്ചോറിന് തകരാറുള്ളവർ കഴിക്കുന്ന മരുന്നല്ല രേവതി കഴിക്കുന്നത്. പിന്നെ വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആര് പറഞ്ഞു? ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ബില്ല. ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ജസ്സി, ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത്. ഈ മരുന്നുകൾ തന്നെയാണ് രേവതി കഴിക്കുന്നത്. പക്ഷേ ടിന്നിൽ പൊട്ടിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം. അതെ, ഇത് രണ്ടും ഒന്ന് തന്നെയാ. ചിലപ്പോ എന്റെ അസുഖത്തിന് ഇത് മതിയായിരിക്കും. എങ്കിൽ അതെന്തിനും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം. കഴിക്കുന്ന മരുന്നിന്റെ പേര് രേവതി അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. രേവതി ഞങ്ങളോട് സഹകരിക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബഹളം വെക്കണ്ട. കുട്ടിക്കെന്നല്ല, ആർക്കും ഇത് വിശ്വസിക്കാനാവില്ല. സാവധാനം ആലോചിച്ച സത്യം ബോധ്യമാവും. ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം.